അറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് ലേഖനം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഈ 15 അധ്യായങ്ങളിലെയും ചിന്തകൾ നിങ്ങളൊന്ന് ക്രോഡീകരിച്ച് നിങ്ങളതൊന്നെടുത്ത് വായിച്ച് പഠിച്ചാൽ നോട്ട്സ് എഴുതിയവർക്ക് അത് വലിയ പ്രയോജനം ചെയ്യും. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് പേരുകളാണ്, വന്ദനവും മുന്നറിയിപ്പുകളും ഒക്കെയാണ് കാണുന്നത്. അത് ഞാൻ ഇത് നേരത്തെ അധികം വായിച്ചിട്ടുള്ളൊരു പാസേജ് അല്ല ഈ അധ്യായം. കാരണം ഈ പേരൊക്കെ കാണുമ്പോൾ നമ്മൾ പൊതുവേ ഇതങ്ങ് അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യതകളുള്ള ഒരു അധ്യായമാണ്. എന്നാൽ ഈ പേര് വായിക്കുമ്പോൾ ഇത്രയും പേരുകൾ ഇതിനകത്ത് പൗലോസ് ഓർത്തിരുന്ന് അവരെ വന്ദനം ചെല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളറിയാം, പൗലോസ് ഇതുവരെ റോം സന്ദർശിച്ചിട്ടില്ല. അതായത് റോമയിലുള്ള ഈ ശുശ്രൂഷയ്ക്ക് സഹായമായി തീർന്ന ആളുകളെ പൗലോസ് എപ്പോഴും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഇത് ഓർത്തിരുന്ന് അവരെ വന്ദനം ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്നത് എന്ത് വലിയൊരു കാര്യമാണ്. ഇത് നമ്മൾ 4ആയിട്ട് ഇത് ഈ അധ്യായത്തെ തിരിച്ചാൽ പോൾ ഗ്രീറ്റ്സ് ബിലീവേഴ്സ് ബൈ നെയിം, ഓരോരുത്തരെ പേര് പേരായിട്ട് പൗലോസ് ഗ്രീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. രണ്ടാമത് പോൾസ് വാൺസ് അഗൻസ്റ്റ് ദോസ് ഹു കോസ് ഡിവിഷൻ ഇൻ ദ ചർച്ച്, സഭയിൽ ഡിവിഷൻ ഉണ്ടാക്കുന്നവരെ വാൺ ചെയ്യുന്ന ഭാഗം ഇതിൽ കാണാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പൗലോസ് സഭയിലെ ഡിവിഷൻ ഉണ്ടാക്കുന്നവരെ വാൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജെൻഡെയിൽസ് ബിലീവേഴ്സ് ആർ ടു കിസ് ജൂയിഷ് ബിലീവേഴ്സ്, സ്നേഹചുംബനം കൊടുക്കുവാനായി ജെൻഡെയിൽ വിശ്വാസികൾ ജൂയിഷിന് സ്നേഹചുംബനം കൊടുക്കുവാനായിട്ട് ഇവിടെ പറയുന്ന പൗലോസിനെ ഇവിടെ കാണാം. 4ാമത്തെ ഭാഗം ഡോക്സോളജി 2, അതിൻ്റെ അവസാനത്തെ ഉള്ള ഭാഗം. നേരത്തെ 11ൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടു ഡോക്സോളജി 1, 11ൻ്റെ അവസാനം പറയുന്നു ദൈവത്തിൻ്റെ ധനം, മാനം, അവൻ്റെ ആഴമേ എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പറയുന്നത് നമ്മൾ കണ്ടു. ഇതിൻ്റെ ഡോക്സോളജി 2 എന്ന് പറഞ്ഞ് ഈ ഭാഗത്തെ നമുക്ക് 2ആയിട്ട് എടുക്കാം. അത് ഓരോ സെക്ഷനായിട്ട് തിരിക്കുമ്പോൾ ഗ്രീറ്റിംഗ്സ് ഫ്രം പോൾ 1 മുതൽ 16 വരെ പേഴ്സണലി ഗ്രീറ്റ് ചെയ്യാണ്. വാണിംഗ് ഫ്രം പോൾ, പൗലോസിൻ്റെ വാൺ ചെയ്യുന്നതാണ് 17 മുതൽ 20 വരെ. അതുപോലെ ഗ്രീറ്റിംഗ്സ് ഫ്രം പീപ്പിൾ വിത്ത് പോൾ, പൗലോസിനോടൊപ്പം ഉള്ളവരുടെ ഗ്രീറ്റിംഗ്സ് 21 വരെ 24 വരെയുള്ള വാക്യങ്ങൾ. അവൻ്റെ കൊളീഗ്സ്, ഒഫീഷ്യൽസ് ഉണ്ട്. ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിലുമൊക്കെ ഉള്ളവർ, റിലേറ്റീവ്സ്, അങ്ങനെയുള്ളവരുടെ ഗ്രീറ്റിംഗ്സ് റോമിലുള്ള വിശ്വാസികൾക്ക്. അതുപോലെ ഡോക്സോളജി 25 മുതൽ 27 വരെയുള്ള. നമുക്ക് ഇത് പഠിക്കുമ്പോൾ ഈ ഗ്രീക്ക്, റോമൻ, ഹിബ്രു പേരുകൾ അതിൻ്റേതായിട്ടുള്ള അതെന്താണ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് നിങ്ങൾ ചോദിക്കും. എന്തായാലും ഈ പേരുകൾക്ക്, ഓരോ പേരുകൾക്കും ഓരോ സാക്ഷ്യമുണ്ട്, ഓരോ കഥാപാത്രത്തിനും ഓരോ സാക്ഷ്യമുണ്ട്. ഓരോ പേരിലും ഒരു മെസ്സേജ് ഉണ്ട് എന്ന് നമ്മൾ മറന്നു വരും. അല്ലെങ്കിൽ ഈ പൗലോസ് ഈ പേരൊക്കെ ഓർത്തിരിക്കുന്നത് എന്തിനാണ്? പൗലോസ് ഓർത്തിരിക്കുന്ന കാര്യം അവരിൽ കൂടി ഒരു ദൗത്യം ചെയ്തു തീർത്തെടുത്തിട്ടുണ്ട്. ഒന്നേ നല്ലത് അല്ലെങ്കിൽ തീയതിന് എന്തെങ്കിലും ഒന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വംശവലിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. യേശുവിൻ്റെ വംശവലിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം 1 അതിന് എഴുതിയിരിക്കുന്ന അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ 3 ടൈപ്പ് ആളുകളെയാണ് പ്രധാനമായിട്ട് കാണുന്നത്. 1 സ്ത്രീകളെ കാണുന്നുണ്ട്, വിമൻ. 2 റിലേറ്റീവ്സ്, ബന്ധുക്കൾ, യഹൂദനായിട്ടുള്ള പൗലോസിൻ്റെ ബന്ധുക്കൾ. 3 അവൻ്റെ സഹപ്രവർത്തകർ, കൊളീഗ്സ്. അവരുടെ ടീമായിട്ട് പോയിരുന്നപ്പോൾ ആ ടീമായിട്ടുള്ള കൊളീഗ്സായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡിവിഷനും ഡിസീപ്ഷനും, അതിനകത്തായിട്ടുള്ള വാണി, ഭിന്നതയും വഞ്ചനയും, ഇത് സഭയിൽ നടക്കുന്നുണ്ട്. അതിനകത്തായിട്ട് പൗലോസ് വാൺ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇതിൽ എത്ര പേരുകളുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? ഇതിനകത്ത് എത്ര പേരുകളുണ്ടെന്ന്? ഇതിനകത്ത് ഞാൻ എണ്ണിയിട്ട് ഏകദേശം 37 പേരുടെ പേരാണ് ഇതിൽ കാണുന്നത്. 28 പുരുഷന്മാരും 9 സ്ത്രീകളുടെയും പേരുകൾ ഇതിൽ കാണുന്നുണ്ട്. 28 പുരുഷന്മാരും 9 സ്ത്രീകളും. സ്ത്രീകളെക്കുറിച്ച് ഇത്രയും പറയുന്നത് നമ്മൾ വിചാരിക്കും സ്ത്രീകൾക്ക് എന്താണ് റോള് എന്നൊക്കെ. സ്ത്രീകൾക്ക് വലിയൊരു റോളുണ്ട്. അതാണ് ഇത് കാണുന്നത്. 9 സ്ത്രീകളുടെ പേര് പോലും പൗലോസ് മറക്കാതെ ഇതിനകത്ത് പ്രതിപാദിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ഫേബെന്നും പറഞ്ഞൊരു സ്ത്രീയുടെ പേരെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സ്ത്രീകളെ കുറിച്ച് ഇത്രയും അപ്രീഷിയേറ്റ് ചെയ്ത് പറയാനായിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് പൗലോസ് കല്യാണം കഴിച്ചാണ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. എന്നാൽ പൗലോസ് 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ അവൻ കുടുംബസ്ഥനല്ല എന്നും
സ്ത്രീയെ തൊടാതെ ഇരിക്കുന്നത് നല്ലതെന്നും ഒക്കെ പറയുന്ന പ്രസ്താവനയുണ്ട്. എന്നാൽ 1 കൊരിന്ത്യർ 14 ചില സ്ത്രീകൾ സഭയിൽ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭർത്താക്കന്മാരോട് ആ സഭയിൽ തന്നെ ആരാധന നടക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഭർത്താക്കന്മാരോട് കോൺട്രവേഴ്സ്യലായിട്ട് സംസാരിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ സ്ത്രീകൾ അവിടെ സഭയിൽ മിണ്ടാതിരിക്കരുത്. എന്നാൽ പിന്നീട് കാണാം, മൂടുപടമില്ലാതെ പ്രവചിക്കരുത്. പ്രവചന ശുശ്രൂഷ സ്ത്രീകൾ ചെയ്തിരുന്നു, അതുപോലെ ശുശ്രൂഷ ചെയ്തിരുന്നു. ഫിലിപ്പോസ് എന്ന സുവിശേഷകന് പ്രവചിക്കുന്ന 4 പുത്രിമാരുണ്ടായിരുന്നു, പ്രവാചികമാരുണ്ടായിരുന്നു, സഭയിലുണ്ടായിരുന്നു എന്നറിയാം. അതുകൊണ്ട് സ്ത്രീകൾക്കൊരു റോൾ ഉണ്ടായിരുന്നു എന്ന് പൗലോസിൻ്റെ ഈ ലേഖനത്തിൽ തന്നെ നമുക്ക് പറയാം. ഇത്രയും സ്ത്രീകൾ സഭയിൽ സംസാരിച്ചു തരുന്നിട്ട് സ്ത്രീകൾ സഭയിലെ പല രീതിയിൽ ഇൻവോൾവ് ചെയ്തു എന്ന് നമുക്ക് കാണാം. നമുക്ക് ഈ അധികം സമയം മുഖവരയ്ക്ക് എടുക്കാതെ നമുക്ക് വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇതിനകത്ത് 1-ാം വാക്യത്തിൽ നമ്മുടെ സഹോദരിയും കെങ്ക്രയിലെ സഭയിലെ ശുശ്രൂഷക്കാരിയുമായ ഫേബെ നിങ്ങളുടെ വിശുദ്ധന്മാർക്ക് യോഗ്യവണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷം എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. ഇവിടെ ആദ്യം തന്നെ കെങ്ക്ര സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഫേബയെക്കുറിച്ചാണ് പറയുന്നത്. അത് ഫേബയെ നമ്മുടെ സഹോദരി എന്ന്, ഇത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഈ ലെറ്ററിൻ്റെ ഫ്രണ്ടിലുള്ള കവർ ലെറ്റർ അല്ല, ഏറ്റവും ലാസ്റ്റിലുള്ള ലെറ്ററാണ്, ലാസ്റ്റിൽ എഴുതുന്നതാണ്. എന്നുവെച്ചാൽ എല്ലാം എഴുതിയിട്ട് ഇതിനകത്ത് ഇനിയും വരുന്നുണ്ട്. ഇത് എഴുതിയ ആള് തെർത്തുല്യൻ. ഇത് പൗലോസ് പറഞ്ഞു കൊടുത്തിട്ട് അത് എഴുതിയത് കൈകൊണ്ട് എഴുതിയത് തെർത്തിയോസാണ്. ഈ തെർത്തിയോസ് എഴുതിയിട്ട് അവസാനം ഈ കവറിംഗ് ലെറ്റർ ഇവിടെ എഴുതുകയാണ്. അന്നേരം ഇതിനകത്ത് പറയുന്നത് അവസാനമാണ് ഈ സഹോദരി ഫേബയുടെ കാര്യം എഴുതുന്നത്. അപ്പോൾ ഈ ഫേബയുടെ കാര്യം എഴുതിയിട്ട് ഇത് അവളുടെ കയ്യിൽ കൊടുത്ത് വിടുകയാണ് വിശുദ്ധന്മാർക്ക്. ഇതിനകത്ത് നിങ്ങളുടെ വിശുദ്ധന്മാർക്ക് യോഗ്യവണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടത് ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. അപ്പോൾ ഇത് മുഴുവൻ ഈ ലേഖനത്തിൻ്റെ 15 അധ്യായം വായിച്ചതിന് ശേഷമാണ് ഫേബയെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത് പോലും. അതുകൊണ്ട് അന്ന് ഇതുപോലെ ഫോണും ടെലഗ്രാമോ അതൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ ഈ കയ്യിൽ ഇങ്ങനെ തുകലിൽ എഴുതിയിരിക്കുന്ന ഈ എഴുത്തുമായിട്ട് ഫേബ പോവുകയാണ്. ഈ കെങ്ക്ര എന്ന് പറയുന്ന സ്ഥലം അപ്പോസ്തലപ്രവൃത്തി 18:18 കാണാവുന്ന ഒരു ഭാഗമാണ്. അത് കോരിന്തിൻ്റെ ഒരു ചെറിയ ഉപദ്വീപാണ്. അവിടെ ഒരു വലിയ വ്യവസായ കേന്ദ്രവും റോമൻ കോളനിയുമാണ്. 3 പ്രധാന തുറമുഖം കൊണ്ട് കിഴക്ക് കെങ്ക്രയും സ്കൂനസും പടിഞ്ഞാറ് ലിക്കീവയും കെങ്ക്ര കോരിന്തിൽ നിന്ന് 9 മൈൽ അകലെയുള്ള ഒരു തുറമുഖ പട്ടണമാണ്. അലക്സാന്ദ്രിയ, അന്ത്യോക്യ, എഫസോസ്, തെസ്സലോനിക്ക, ഈജിയൻ തീരത്തുള്ള മറ്റ് പട്ടണങ്ങളുമായി വാണിജ്യ ബന്ധങ്ങൾ തഴച്ചു വളരുന്ന ഒരു പട്ടണമായിരുന്നു കെങ്ക്ര. എന്ന് പറഞ്ഞാൽ കോരിന്ത്യ സഭയുടെ ഒരു ഡോട്ടർ ചർച്ച് എന്ന് വേണമെങ്കിൽ പറയാം കെങ്ക്ര. അവിടുത്തെ കെങ്ക്രയുടെ കൂടിവരവിൻ്റെ ഡീക്കൻ എന്നും ഡീക്കനസ് എന്നൊക്കെ പറയാം. അവൾ ശുശ്രൂഷക്കാരത്തിയായിരുന്നു ഫേബ എന്ന് പറയുന്നത്. ഫേബ പാസ്റ്ററായിട്ട് സ്ത്രീകളെ ഒക്കെ വെക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചില ആളുകളൊന്നും അവരെ പുൾപ്പിറ്റിൽ കയറ്റുക പോലുമില്ല. സ്ത്രീകൾ സഭയിൽ ശുശ്രൂഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ അവർ ഒരു ശുശ്രൂഷക്കാരി ഡീക്കനസ് ആയിരുന്നു എന്ന് പറയും. അവർ പ്രത്യേകിച്ച് യവനസ്ത്രീ ആയിരുന്നു എന്ന് കോണിബെയർ എന്ന് പറഞ്ഞൊരു ബൈബിൾ ചിന്തകൻ പറയുന്നു. ഫേബ ഒരു വിധവയായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. യവനരുടെ നിയമം അനുസരിച്ച് ഭർത്താവ് ജീവിച്ചിരിക്കുകയോ അഥവാ അവിവാഹിതയായിരിക്കുകയോ ചെയ്താൽ ഇവിടെ വിവരിക്കുന്ന പോലെ സ്വതന്ത്രമായിട്ട് പെരുമാറാനായിട്ടൊക്കെ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവൾ ഭർത്താവ് മരിച്ചുപോയി വിധവയായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ക്രിസ്തു സഭയിലെ ഒരുപാട് റോൾസ് ഇവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. സ്ത്രീകളെ സ്നാനത്തിൻ്റെ സമയത്ത്, അതുപോലെ രോഗികളെ വിസിറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, ദരിദ്രർക്ക് ആഹാര വിതരണം നടത്തുക, അതുപോലെ തന്നെ ഈവൻ സഭയിലെ ഇത് മാത്രമല്ല ഈവൻ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയും ഫേബ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് എഴുതുന്നുണ്ട്. പൗലോസ് അവസാനം ഈ ഫേബയുടെ പേര് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഈ ലേഖനം മുഴുവൻ വായിച്ചിട്ട് വേണം അവളെ സ്വീകരിക്കാൻ. അതിന് സുവിശേഷം കാര്യം ചെയ്യുവാൻ ഫേബയിലുള്ള ട്രസ്റ്റ് പൗലോസിന് എത്ര വലുതായിരുന്നു നോക്കുക.
കാരണം ഇത്രയും എഴുതിയ കാര്യം ഫേബെ അവിടെ കൊണ്ടുപോയി കൊടുക്കും എന്ന് വിശ്വസ്തമായൊരു ശുശ്രൂഷയാണ് ഫേബെ എന്നുള്ളൊരു ചിന്ത പൗലോസിന് ഉള്ളതുകൊണ്ടാണ് ഈ വലിയ വേദശാസ്ത്രം, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഡോക്ട്രിൻസ്, ഉപദേശ രൂപേണയുള്ള ഡോക്ട്രിൻസ്, കണ്ടംനേഷൻ, ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, അതുപോലെ വിൻഡിക്കേഷൻ, അതുപോലെ പ്രാക്ടിക്കൽ ലിവിങ്, സർവീസ്, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ വേദശാസ്ത്രത്തിൻ്റെ വേറെ രീതിയിൽ പറഞ്ഞാൽ ക്രിസ്തീയ സഭയുടെ മുഴുഭാവിയെയും നിശ്ചയിക്കപ്പെടുന്ന ഈ വേദശാസ്ത്രം വായിച്ചുകൊണ്ട് പോകാനായിട്ട് ഫേബെ എന്ന സ്ത്രീക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അപ്പോസ്തലപ്രവൃത്തി 18:1 മുതൽ 11 വരെയുള്ള കാലത്ത് പൗലോസ് കോരിന്തിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന കാലത്തായിരിക്കാം ഈ സഹോദരി രക്ഷിക്കപ്പെട്ടത്. ആ 8-ാം വാക്യത്തിൽ അനേകർ കേട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ടു എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടായിരിക്കാം ഈ ഫേബ എന്ന് പറയുന്ന ഈ സഹോദരി. ഫേബ എന്ന പേരിൻ്റെ അർത്ഥം ശോഭയുള്ളത്, ബ്രൈറ്റ് ഓർ റേഡിയൻറ്റ് എന്നുള്ളതാണ്. എന്നാൽ തൻ്റെ ജീവിതവും ശുശ്രൂഷയും ശോഭയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കും. അവൾ പലർക്കും, വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഫിലിപ്പിയിലെ ലുദിയ പോലെയും ഫേബ ചിലപ്പോഴേ ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ സെൽഫായിട്ട് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ജോലിയിലോ അവളെ ഇൻവോൾവ് ചെയ്തിരിക്കും. അത് മാത്രവുമല്ല, സ്ഥലസഭയിൽ അവൾ ഉത്സുകയായിരുന്നു എന്ന് കാണുന്നു. അവൾ ശുഷ്കാന്തിയോടെ കർത്താവിനെ സേവിക്കുകയും പൗലോസ് ഉൾപ്പെടെ അനേകരെ പണം കൊടുത്ത് സഹായിക്കുകയും ചെയ്തു. 2 തിമോത്തിയോസ് 1:16 മുതൽ 18 വരെ. ദൈവസഭയിൽ ഇന്നും ഫേബെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഫേബെ സ്വീകരിക്കാനായിട്ട് റോമ നഗരി ഒരുങ്ങിയിരിക്കുന്നു. റോമയിലേക്ക് അവളെ കടന്നു പോവുകയാണ്. ആദ്യം അവളെ വന്ദനം ചെയ്തുകൊണ്ട് പറയുകയാണ്. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ക്രിസ്തുയേശുവിൽ കൂട്ടുവേലക്കാരായ പ്രിസ്കിലയും അക്വിലായും വന്ദനം ചെയ്യുന്നു. അവർ എൻ്റെ പ്രാണിനു വേണ്ടി തങ്ങളെ കഴുത്ത് കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതിയുള്ള സകല സഭകളും നന്ദി പറയുന്നു. അപ്പോൾ 3-4 വാക്യം വായിച്ചു. ഇവിടെ പ്രിസ്കയും അക്വിലാവും അവരുടെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. ഇവിടെ ഇവരെക്കുറിച്ച് ഒരുപാട് ബൈബിളിലെ പല ഭാഗങ്ങളിൽ റെഫറൻസ് ഉണ്ട്. പൗലോസ് അവളെ പ്രിസ്ക എന്ന് വിളിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 16:19. ലൂക്കോസ് പ്രിസ്കില എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 18:2, 18:26. ഈ ദമ്പതികൾ പൗലോസിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പേ ക്രിസ്ത്യാനികളായിരുന്നു. ഒരുപക്ഷെ അവർ റോമൻ സഭയുടെ അംഗങ്ങളായിരിക്കാം. ഇവരെ ആദ്യമായി കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 18:2 അവർ മുമ്പേ റോമിലായിരുന്നു. AD 52 49 തൊട്ട് 52 വരെയുള്ള കാലങ്ങൾ ക്ലൗദ്യോസ് റോമിൽ നിന്ന് ഒരു കൽപ്പന മൂലം അവിടെ നിന്ന് യഹൂദന്മാരെല്ലാം പുറത്തു പോകണമെന്ന് തൽഫലമായി അവർ കോരിന്തിൽ വന്ന് സ്ഥിരതാമസമാക്കി. അവർ കൂടാരം നിർമ്മിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അവരോട് കൂടെ ചേരുവാനായിട്ട് കാരണം. പൗലോസ് കൂടി ഈ കൂടാരപ്പണിയിൽ ഏർപ്പെട്ടിരുന്നുകൊണ്ട് എഫെസോസിൽ പോയപ്പോൾ അവരോട് പോവുകയും അവരോടൊപ്പം താമസിക്കുകയും ചെയ്തു. അതിനകത്ത് വേറൊരു സംഭവം അതിന് മുമ്പുണ്ടായിരിക്കുന്നത്, ഒരു പണ്ഡിതനായ അപ്പല്ലോസ് കോരിന്തിൽ വന്നു. എന്നാൽ ക്രിസ്തു വിശ്വാസത്തെ തനിക്ക് വലിയ അറിവില്ലായിരുന്നു. അതുകൊണ്ട് അക്വില പ്രിസ്കില ദമ്പതിമാർ അവരെ വീട്ടിൽ സ്വീകരിച്ച് ആതിഥ്യം നൽകി ക്രിസ്തീയ വിശ്വാസത്തിൽ കൂടുതലായിട്ട് ഉറപ്പിച്ചതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 18:24 മുതൽ 26 വരെ കാണാം. അവരുടെ ജീവിതം, അവരുടെ വീട് തുറന്ന വാതിലും അവരുടെ ഹൃദയം തുറന്ന ഹൃദയവുമായിരുന്നു. അതുകൊണ്ട് അനേകം ആളുകൾ അവരുടെ വീട്ടിൽ വന്ന് ഡെവലപ്പ് ചെയ്യുകയും അവരെ ട്രെയിൻ ചെയ്യുകയും അവരുടെ വീട്ടിലൊരു സഭ ഉണ്ടാകുകയും ചെയ്തു. അവരെപ്പറ്റി വീണ്ടും കേൾക്കുമ്പോൾ അവർ എഫെസോസിലാണ്. കോരിന്ത്യർക്കുള്ള 1-ാം ലേഖനം എഫെസോസിൽ നിന്ന് എഴുതുമ്പോൾ പ്രിസ്കിലയും അക്വിലയുടെയും അവരുടെ വീട്ടിലുള്ള സഭയും അഭിവാദ്യം ചെയ്ത് പൗലോസ് പ്രത്യേകം പറയുന്നു. 1 കൊരിന്ത്യർ 16:19. അപ്പോഴേ അവിടെ അവരുടെ വീട്ടിൽ ഒരു സഭയുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ റോമിലെ ക്ലൗദ്യോസിൻ്റെ യഹൂദ ബഹിഷ്കരണ കൽപ്പനയുടെ അല്പായുസായിരുന്നു. റോമിൽ അന്ന് കുറച്ച് നാൾ മാത്രമേ ഉള്ളായിരുന്നു, AD 54 വരെ. അതോടുകൂടി ക്ലൗദ്യോസിൻ്റെ മരണത്തോടു കൂടിയോ അതിനു മുമ്പോ അത് കാലഹരണപ്പെട്ടിരുന്നു. വീണ്ടും അധികം താമസിയാതെ തന്നെ
യഹൂദന്മാരും ക്രിസ്ത്യാനികളും അവിടെ വളരുവാൻ തുടങ്ങി. അങ്ങനെ അവർ വീണ്ടും ആ ബിസിനസ്സിലേക്ക് പഴയതുപോലെ മടങ്ങി വന്നു. സഭാ കൂടിവരവും ഉണ്ടായിരുന്നു എന്നേ കാണുന്നു. ഈ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവരെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു രീതിയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. അവർ അക്വിലാവ് ഏഷ്യ മൈനറിലെ പന്തോസിലാണ് ജനിച്ചത്. അവരാദ്യം റോമിലും പിന്നെ കോരിന്തിലും പിന്നെ എഫെസോസിലും പിന്നെ റോമിലും അവസാനം എഫെസോസിലും കാണുന്നു. ഇങ്ങനെ അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതായിട്ട് കാണുന്നു. അവിടെ പോകുന്നിടത്തെല്ലാം തന്നെ അവരുടെ ഭവനത്തിലെ ഒരു ക്രിസ്തീയ കൂട്ടായ്മയും സഭയും ഉണ്ടായിരുന്നു. ഇവരെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ ഞാൻ പ്രത്യേകിച്ച് റെഫറൻസിൽ പറയാം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഈ ഇവരെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 18:2, അപ്പോസ്തല പ്രവൃത്തി 18:18, അപ്പോസ്തല പ്രവൃത്തി 18:26, റോമർ 16:3 ഇപ്പം നമ്മൾ വായിച്ചത്, 1 കൊരിന്ത്യർ 16:19, 2 തിമോത്തിയോസ് 4:19. 6 പ്രാവശ്യം ഇവരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി ആണ് ഇവിടെ വന്ദനം ചൊല്ലുന്നത്. ക്രിസ്തുയേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരനായ പ്രിസ്കയും അക്വിലാവയും വന്ദനം ചെയ്യും. അതിനകത്ത് അവരുടെ ഒരു പ്രത്യേക ക്യാരക്ടർ പറയാനായിട്ട് ഇതിൽ പറഞ്ഞു, എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവർ. അത് വലിയൊരു കാര്യമാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല പറയാനായിട്ട്, എങ്ങനെയാണ് ഈ കഴുത്ത് വെച്ച് കൊടുത്തതെന്ന്. ഇത് മിക്കവാറും എഫെസോസിലെ പല സമയത്ത് ഇവരെ രക്ഷിച്ചതായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാം. പൗലോസിനെ എഫെസോസിൽ വെച്ച് പല സമയങ്ങളിൽ പീഡനങ്ങളുണ്ടായപ്പോൾ രക്ഷിച്ചതാണ് എന്ന് നമ്മൾ ചിന്തിക്കാം. അക്വിലാവുടെയും പ്രിസ്കിലയും വീട്ടിൽ ആ സഭയിൽ പൗലോസ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്ന് ഒരുപാട് വീടുകളിലായിരുന്നല്ലോ സഭ ഉണ്ടായിരുന്നത്. ലിഡിയയുടെ വീട്ടിലെ സഭയുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 16:40 സഭ, അവിടെ ഒരു സഭയുണ്ടായിരുന്നു. അത് നമ്മളതിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. പീഡനകാലത്ത് പലയിടത്തും സഭയുണ്ടായിരുന്നു, ഭവനം തോറും. അപ്പോസ്തല പ്രവൃത്തി 2:40 ഭവനം തോറുമുള്ള കൂടിവരവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ നുഫയുടെ വീട്ടിലെ സഭയെക്കുറിച്ച് കൊലോസ്യർ 4:15 പറയുന്നു. ഫിലോമോൻ്റെ വീട്ടിലെ സഭ ഫിലോമോൻ 2 പറയുന്നു. ഇങ്ങനെയുള്ള കൂടിവരവുകൾ ആ സമയത്ത് ഒരുപാടുണ്ടായിരുന്നു. കാരണം വീടുകളിലുള്ള കൂടിവരവ്. ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഭവനങ്ങളിലുള്ള കൂടിവരവുണ്ട്. ഇന്ന് അതൊക്കെയാണല്ലോ ഇന്ന് തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ മാത്രമേ കൂടാൻ പാടുള്ളൂ, അല്ലാതെ രജിസ്റ്റേർഡ് അല്ലാത്ത സ്ഥലങ്ങളിൽ കൂടരുത് എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അന്ന് ഉണ്ടായതുപോലെ തന്നെ ഇന്നും സഭ വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളിവിടെ ക്രോഡീകരിക്കുക. ഇന്ന് 2 പേരെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് ഫേബയെക്കുറിച്ച് പറഞ്ഞു. ഫേബ ഒരുപാട് സഹായിക്കുന്ന ഒരാളായിരുന്നു, ശുശ്രൂഷക്കാരത്തിയായിരുന്നു. 2 പ്രിസ്കയും അക്വിലയെ കുറിച്ച് പറഞ്ഞു. പ്രിസ്കയും അക്വിലയും ഒരു കുടുംബമായിട്ട് ഒരു ഓപ്പൺ ഹൗസായിരുന്നു. ക്രിസ്തീയ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടിയുള്ളൊരു ഓപ്പൺ ഹൗസായിരുന്നു. ഇന്ന് നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ സ്ത്രീ സഹോദരിമാർ ഇതുപോലെ ശുശ്രൂഷയിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് ഇതിൽ നമുക്ക് വരുന്നത്. അതാണ് ഒരു ടേക്ക് അവേ. അവർ എൻ്റെ പ്രാണന് വേണ്ടി കഴുത്ത് വരെ കൊടുത്തവരാണ് എന്ന് പറയുന്നു. 4 പേരുള്ള വാക്യങ്ങളാണ് ചിന്തിച്ചത്. തീർച്ചയായും നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടെന്ന് പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എത്ര ഒരുക്കത്തോടെ ഈ ദിവസങ്ങൾ നിൽക്കണം എന്നുള്ള ചിന്തയാണിത് ഭരിക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളൊക്കെ ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഭവനങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളത് റിസർവ് ചെയ്ത് വെക്കാതെ അനേകം ആളുകൾ ഭവനങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പൺ ഹോംസായിട്ട് തീരുവാനായിട്ട്, ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓരോ ഭവനങ്ങളും ഓരോ ആരാധന സെൻറ്റേഴ്സായി മാറുവാനായിട്ട് കർത്താവെ നീ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരുടെയെങ്കിലും ഭവനങ്ങളിൽ ഈ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനങ്ങളും ഒരു കൗൺസിലിങ്ങിന്, ഒരു ആരാധനയ്ക്ക്, ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ ഇടവരുത്തണമേ. അവിടെയുള്ള പൈശാചി ശക്തികളൊക്കെ മാറിപ്പോവും. അവിടെയുള്ള കർത്താവെ ബന്ധനങ്ങളൊക്കെ അഴിയാനായിട്ട് അത് കാരണമായി തീരും എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. ഞങ്ങളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ കമ്മ്യൂണിക്കേഷൻ, ഈ വചനങ്ങൾ അവിടെ ഭവനങ്ങളിലേക്ക് ചെല്ലട്ടെ. അവിടെയെല്ലാം വലിയ റിലീസ്, വലിയ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.
ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇത് വാച്ച് ചെയ്യുക. നമ്മൾ തുടർന്നും ഇത് വായിക്കുന്നതാണ്. പെട്ടെന്ന് പറഞ്ഞു പോകും ഓരോ പേരുകൾ. നമ്മൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണം, നോട്ട് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.